ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത്. അനന്തര ആനുകൂല്യങ്ങളെല്ലാം അവസാനിച്ചു എന്നുള്ളിടത്തു നിന്നാണ് സർക്കാർ വീണ്ടും നമുക്ക് ഒരു 4 മാസം കൂടി ഭക്ഷ്യ കിറ്റ് നീട്ടി നൽകിയിട്ടുള്ളത്. അത് വളരെയധികം ഗുണം ചെയ്യും സാധാരണക്കാരായ ആളുകൾക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ഉണ്ടാവാനുള്ളൊരു കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ LDFനുണ്ടാക്കിയ വൻ വിജയമാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് സർക്കാരിനെ വീണ്ടും എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്ത് തന്നെയായാലും ഇതുപോലുള്ള കിറ്റുകൾ നമുക്ക് വരുന്നത് വലിയധികം ആശ്വാസമുള്ള കാര്യം തന്നെയാണ്. ആ ഒരു അവസ്ഥയിൽ APL കാർഡുകാർക്കുള്ള അരി കൂടി ലഭിക്കുകയാണെങ്കിൽ വളരെയധികം സന്തോഷം കൂടിയായിരിക്കും. കാരണം വെള്ള കാർഡുകാർക്കുള്ള കേവലം 2-3 കിലോ അരി മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. 11 രൂപ വില അവർ നൽകേണ്ടി വരുന്നു. അത് കൂടി കൂട്ടി നൽകുകയാണെങ്കിൽ വളരെയധികം സന്തോഷകരമായിരിക്കും. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഈ APL കാർഡുകാരുടെ കാര്യം വളരെയധികം കഷ്ടത്തിലാണ്. വെള്ള നീല കാർഡുകാർക്ക്, പ്രത്യേകിച്ച് വെള്ള കാർഡുകാർക്ക് അരിയുടെ കാര്യത്തിൽ കാര്യമായൊന്നും നൽകിയിരുന്നില്ല. ഒരു 15 കിലോ അരി സൗജന്യമായി നൽകിയതൊഴിച്ചാൽ വേറെ ഒന്നും അവർക്ക് ഈ അരി എന്ന നിലക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ എല്ലാവരുടെയും ഒരു പരാതി എന്ന് പറയുന്നത് കടലയും പയറും എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയുന്നില്ല എന്നുള്ളതാണ്. അത് ആവശ്യത്തിലധികം അവർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അരിയാണ് വേണ്ടത്, ചോറുണ്ണാൻ അരി ലഭിക്കുന്നില്ല എന്നുള്ള പരാതികളാണ് APL കാർഡുകാർക്കുള്ളത്. അത് വളരെയധികം സങ്കടം തോന്നിയിട്ടുള്ള ഒരു കമൻറ്റുകളാണ്. നമുക്ക് ഇതൊക്കെ കമൻറ്റുകളിലൂടെ അറിയാൻ കഴിഞ്ഞ കാര്യമാണ്. ഇതൊക്കെ വളരെയധികം സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. അരി കൂടി ലഭിക്കുകയാണെങ്കിൽ സർക്കാർ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ സർക്കാർ APL റേഷൻ കാർഡുള്ള ആളുകൾക്ക് അരി കൂടി നൽകുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു തുടർ ഭരണത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് നിങ്ങൾ ഒന്ന് കണ്ടറിയണം എന്ന് നമ്മൾ ഒരു താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. തന്നെ പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നിങ്ങൾ ഇതിലും വലിയ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും വേണം എന്നാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു വീഡിയോ കേൾക്കുന്ന ആളുകൾ സാധാരണ ഒരു പ്രവർത്തകനാണെങ്കിൽ അത് നിങ്ങളുടെ മുകളിലേക്ക് എത്തിച്ച് ഇതിൻ്റെ അധികാരങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് ഭക്ഷ്യവിഹിതം നൽകുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഒരു തിരഞ്ഞെടുപ്പ് നമുക്ക് മുമ്പിലുള്ള അനുഭവം വ്യക്തമാക്കിയിട്ടുണ്ട്. പല വിധത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടും അതിലൊന്നും ഒലഞ്ഞു പോവാതെ സർക്കാരിനെ രക്ഷിച്ചത് കിറ്റും ക്ഷേമ പെൻഷനും മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യം തന്നെയാണ്. അത്തരം ക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ തുടരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതുപോലെ തന്നെ ഇത് സംബന്ധമായിട്ട് ഇതിനെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വൻ പ്രഖ്യാപനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയും നമുക്കുണ്ട്. ആ ഒരു പ്രതീക്ഷ, ആ ഒരു പ്രഖ്യാപനം അവർ ഭരണത്തിൽ വന്നാൽ നടപ്പിലാക്കും എന്ന പ്രതീക്ഷയും കൂടി നമ്മൾ പങ്കുവെക്കുന്നു. ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. APL റേഷൻ കാർഡുള്ള വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു അരി എത്തിച്ചു കൊടുക്കാനല്ലേ, ഒരു മാസം ഒരു 10 രൂപ നിരക്കിൽ ഒരു 10 കിലോ അരിയെങ്കിലും എത്തിച്ചു കൊടുക്കാനുള്ളൊരു വിഹിത സംവിധാനം നിങ്ങൾ അതിനു വേണ്ടിയിട്ടൊരു മുൻകൈ എടുക്കണം. അത് നിങ്ങൾക്ക് തന്നെ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അധികാരികളിലേക്ക് എത്താൻ വേണ്ടിയിട്ടും നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് വീഡിയോ ഒന്ന് ബൂസ്റ്റ് ആകും, മറ്റുള്ള ആളുകളുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെയും ബൈ.